ഹലോ ഗൈസ്, വെൽക്കം ടു അബീസ് മേക്കർ മൈൻഡ്സ്. നിങ്ങൾക്ക് റഡാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ കൊച്ചിൻ നേവൽ ബേസിൻ്റെ ഒക്കെ അടുത്ത് ചെന്നാൽ ഒരു ടവറിൻ്റെ മുകളിൽ ഒരു ഡോം പോലത്തെ സാധനം ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി കറങ്ങിക്കൊണ്ടിരിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഒരു റഡാർ. അപ്പോൾ ഈ ആഴ്ചത്തെ എൻ്റെ വീക്കെൻഡ് പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ ടൈപ്പ് ഒരു റഡാറിൻ്റെ ഒരു മിനിയേച്ചർ വർക്കിംഗ് മോഡലാണ്. അപ്പോൾ റഡാർ എന്താണ്? റഡാറിന് രണ്ട് സിസ്റ്റംസ് ആണുള്ളത്. റഡാർ കറങ്ങില്ലേ, ആ കറക്കാനൊരു സിസ്റ്റവും, പിന്നെ റഡാർ ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഒരു റഡാർ സിഗ്നൽ ഇങ്ങനെ വിടും, അത് എവിടെയെങ്കിലും തട്ടി തിരിച്ചു വരും. ആ ഒരു ഇത് വരാനുള്ള ടൈമില്ലേ, അതാണ് എക്കോ ടൈം. ആ ടൈമും ഈ ഒരു സിസ്റ്റം കറങ്ങി നിൽക്കുന്ന ആ ഒരു ആംഗിളും രണ്ടും കൂടെ ഒരു സീരിയൽ പ്ലോട്ടറിലേക്ക് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ സർക്കിളിൽ അതിങ്ങനെ എവിടെയാണെന്ന് ഒബ്ജക്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ ഒരു റെഡ് ഡോട്ടിൽ ഇങ്ങനെ കാണിക്കണം. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ ആഴ്ചത്തെ എൻ്റെ വീക്കെൻഡ് പ്രൊജക്റ്റ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു റഡാർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? എനിക്ക് വേണ്ടത് രണ്ട് സിസ്റ്റംസാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തിരിക്കാനുള്ളൊരു സിസ്റ്റവും ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള സിസ്റ്റവും. അപ്പോൾ ഞാൻ തിരിക്കാൻ ഉള്ള സിസ്റ്റത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സെർവോ മോട്ടറാണ്. പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള സിസ്റ്റത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അൾട്രാസോണിക് ഡിസ്റ്റൻസ് സെൻസറാണ്. അപ്പോൾ എൻ്റെ റഡാറിന് ഒരു ഡിസബിലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സെർവോ മോട്ടറിന് 180 ഡിഗ്രിയേ കറങ്ങുള്ളൂ, ഇങ്ങനെ കറങ്ങുള്ളൂ, ഫുൾ 360 കറങ്ങില്ല. ഒരു ഒറിജിനൽ റഡാറാണെങ്കിൽ അതിങ്ങനെ 360 കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റഡാർ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ റഡാർ സിസ്റ്റം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഈ സെർവോ മോട്ടറാണ് ഈ അൾട്രാസോണിക് ഡിസ്റ്റൻസ് സെൻസറിനെ തിരിക്കണത്. അപ്പോൾ ഇതിന് ഞാൻ ഇവിടുന്ന് കേബിൾ ഇട്ട് ഇതിൻ്റെ അകത്തൊരു അഡ്രിനോ യൂണോ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡാറ്റ ആംഗിളും എടുത്ത സമയവും അത് ഈ കേബിൾ വഴി കമ്പ്യൂട്ടറിലേക്ക് അയക്കുമ്പോൾ ഇങ്ങനത്തെ സീരിയൽ പ്ലോട്ടറിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണാമോ? ആ ഒരു ഇതെങ്ങനെ വരും, അടുത്തും ദൂരെ. ഇപ്പോൾ ഞാനിപ്പോൾ മാറി നിന്നാൽ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഒബ്ജക്റ്റ് പോവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സീരിയൽ പ്ലോട്ടറിൽ കാണാവുന്ന പോലെ ഈ ഒരു ഹാഫിൽ മാത്രമാണ് ഈ വരയുള്ളത്. ഞാൻ പറഞ്ഞായിരുന്നില്ലേ, സെർവോ മോട്ടറിന് 180 ഡിഗ്രിയേ കറങ്ങുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്കുള്ള ഒന്നും കാണില്ല. ഇങ്ങനെ ആയിരിക്കും, ഇതിൻ്റെ അടിയിലേക്കൊക്കെ ഉണ്ടാവും ഒരു റിയൽ റഡാറാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്ര കറങ്ങണുള്ളൂ. അതും ഈ എൻ്റെയും ഒരാംഗിള് തിരിയും, ഇത് വിടും, തിരിച്ചെടുക്കും, ഡാറ്റ അയക്കും. ഒരാംഗിള് പിന്നെയും തിരിയും, ട്രാൻസ്മിറ്റ് ചെയ്യും, റിസീവ് ചെയ്യും, ഡാറ്റ അയക്കും. അതങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആംഗിള് ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു അഡ്രിനോ യൂണോ ആണുള്ളത്. അപ്പോൾ ഈ പ്രൊജക്റ്റിനുള്ള പ്രോഗ്രാമിങ്ങിൽ 2 പാർട്സ് ആണുള്ളത്. ഒന്ന് ഇതിൻ്റെ ഹാർഡ്വെയർ പാർട്ട്. അതിൽ ഞാൻ അഡ്രിനോ യൂണോയിൽ CPPയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പ്ലോട്ടറിൻ്റെ കോഡ് അത് ഞാൻ പൈത്തണിലാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പൈത്തണിലല്ല എഴുതാനിരുന്നത്. ഞാൻ ശരിക്കും ഒരു LCDയിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് ഇരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഗ്രാഫിക്കൽ LCD ഇല്ല. അപ്പോൾ ഞാൻ പൈത്തണിൽ എനിക്ക് പൈത്തൺ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ChatGPTയുടെ ഹെൽപ്പൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഇതാണ് പൈത്തൺ പ്രോഗ്രാം. അപ്പോൾ ഞാനിതൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് റൺ ചെയ്യുമ്പോൾ തന്നെ ഏത് പോർട്ടിലാണ് ഞാൻ ഈ ഡിവൈസ് കണക്ട് ചെയ്തിരിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കണ COM 3യിലാണ്. അപ്പോൾ ഞാൻ COM 3 1 ആണ്. അപ്പോൾ ഞാൻ 1 നിൽക്കും, എൻ്റർ അടിക്കും. അപ്പോൾ ഡാറ്റ തരും, ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് തരും. അപ്പോൾ ഇന്നത്തെ ഈ പ്രോജക്റ്റ് ഇഷ്ടമാണെങ്കിൽ, അതുപോലെ ഇതുപോലത്തെ ടെക്നിക്കൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.